തിങ്കളാഴ്ച രാജ്യതലസ്ഥാനത്തെ ഹൃദയഭാഗത്ത് നടന്ന വൻ സ്ഫോടനം. ആ തീവ്രവാദ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 45 കിലോമീറ്റർ അകലെ ഒരു സർവകലാശാല, ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാല, ഇപ്പോൾ ഇന്ത്യയെ നടുക്കിക്കളയുന്നു. ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അൽഫലാഖ് സർവകലാശാലയിലെ 4 ഡോക്ടർമാരിൽ എത്തി നിൽക്കുന്നു. ഇവർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധം എന്നാണ് ഇന്ത്യ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ മറ്റു ചിലതുണ്ട്. 70 ഏക്കറിൽ പരന്നു കിടക്കുന്ന അൽഫലാഖ് സർവകലാശാല, ആ സർവകലാശാല ഒരു ഭീകര ക്യാമ്പായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. 70 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന അൽഫലാഖ് സർവകലാശാല ഹരിയാന ഡൽഹി അതിർത്തിയിൽ നിന്ന് വെറും 27 കിലോമീറ്റർ മാത്രം അകലെ സ്ഫോടന ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഡോക്ടർമാരുടെ മുഖ്യ മീറ്റിംഗ് സ്ഥലമായിരുന്നു. അൽഫലാഖ് സർവകലാശാലയിലെ 17-ാം നമ്പർ മുറി. ഈ മുറി ഇപ്പോൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ, പ്രത്യേകിച്ച് NIA കസ്റ്റഡിയിലാണ്. ഡോക്ടർ ഉമറും കൂട്ടാളികളും 17-ാം നമ്പർ കെട്ടിടത്തിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. അവർ നിരവധി തവണ അവിടെ കൂടിക്കാഴ്ച നടത്തി. ഭീകരരുടെ ഈ കൂടിക്കാഴ്ച മറ്റ് യാതൊരു വിധത്തിലും സർവകലാശാലയിലെ മറ്റു ജീവനക്കാർ സംശയിച്ചിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ പലതും ആ സർവകലാശാലയിൽ നടന്നു. സർവകലാശാലയെ ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രമാക്കി ഈ ഭീകരർ മാറ്റി. ഭീകരർ പതിവായി കണ്ടുമുട്ടുന്ന മറ്റൊരു മുറിയായിരുന്നു ഡോക്ടർ മുസമ്മലിന്റെ 3-ാം നമ്പർ മുറി. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ വൻ സ്ഫോടനങ്ങൾ നടത്താൻ ഈ സംഘം പദ്ധതിയിട്ടിരുന്നു. അൽഫലാഖ് സർവകലാശാലയിലെ 13-ാം നമ്പർ ഡോക്ടർ മുസബിന്റെ മുറിയിൽ വച്ചാണ് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതി ഇവർ വിഭാവനം ചെയ്തത്. എന്നാൽ ഈ 4 സംഘം മാത്രമായിരുന്നില്ല. ഇവരെ സഹായിച്ച നിരവധി സംഘങ്ങൾ ഉണ്ടെന്നും അവർ എപ്പോൾ വേണമെങ്കിലും NIA കസ്റ്റഡിയിൽ അകപ്പെടുമെന്നും സൂചനകളുണ്ട്. ബോംബ് നിർമ്മാണത്തിനായി യൂണിവേഴ്സിറ്റി ലബോറട്ടറിയിൽ നിന്ന് രാസവസ്തുക്കൾ കടത്താൻ ഇവർ പദ്ധതിയിട്ടു. മുസമ്മലിന്റെ മുറിയിൽ നിന്ന് ഏതാനും മീറ്റർ അകലം മാത്രമാണ് ലബോറട്ടറി. യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി അംഗങ്ങളായ ഡോക്ടർ ഉമറും ഡോക്ടർ ഷഹീസിനും രാസവസ്തുക്കൾ ക്രമീകരിക്കുന്നതിൽ പൂർണ്ണമായി വിജയിച്ചു. പിന്നീട് അത് ഫരീദാബാദിലെ കവുച്ച്, ടാഹ ഗ്രാമങ്ങളിലെ വാടക കെട്ടിടങ്ങളിൽ സൂക്ഷിച്ചു. ഡോക്ടർ മുസമ്മിലിന്റെ 3-ാം നമ്പർ മുറി ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ്. അവിടെ നിന്ന് നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും പെൻഡ്രൈവുകളും കണ്ടെടുത്തു. മുറിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി ലാബിൽ നിന്നും രാസവസ്തുക്കളും ഡിജിറ്റൽ ഡേറ്റയും ഫോറൻസിക് വിദഗ്ധർ പിടിച്ചെടുത്തു. യാതൊരുവിധ സംശയവും മറ്റുള്ളവർക്ക് തോന്നാത്ത തലത്തിലായിരുന്നു ലബോറട്ടറിയിൽ നിന്ന് ഇവർ രാസവസ്തുക്കൾ കടത്തിയത്. ലബോറട്ടറിയിൽ നിന്ന് കടത്തിയ രാസവസ്തുക്കൾ ചെറിയ അളവിൽ അമോണിയം നൈട്രേറ്റ് ഒരു ഓക്സിഡൈസറുമായി കലർത്തി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി. ഡൽഹി സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റും ഇന്ധന എണ്ണയും അടങ്ങിയ സ്ഫോടക വസ്തുവായ ANF എന്ന മാരക പദാർത്ഥം ഉപയോഗിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ ഉൽപാദനം നടന്നത് അൽഫലാഖ് സർവകലാശാലയിലെ 13-ാം നമ്പർ മുറിയിൽ. ഫരീദാബാദിൽ നടത്തിയ റെയ്ഡുകളിൽ കണ്ടെത്തിയത് 350 കിലോ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ 2000 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ. ഇവ പോലീസ് കണ്ടെടുത്തിരുന്നു. ഡൽഹി സ്ഫോടനത്തിൽ അൽഫലാഖ് യൂണിവേഴ്സിറ്റി നടുക്കം രേഖപ്പെടുത്തുകയും മാനേജ്മെന്റ് ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ സർവകലാശാലയിൽ ഇത്തരമൊരു നീക്കം നടന്നിരുന്നുവെന്ന് തങ്ങൾ മനസ്സിലാക്കിയില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഈ കേസിൽ കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരുമായി സ്ഥാപനത്തിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നവർ അവകാശപ്പെടുന്നു. ഞങ്ങളുടെ 2 ഡോക്ടർമാരെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തു. യൂണിവേഴ്സിറ്റിയിൽ ഔദ്യോഗിക പദവിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒഴികെ ഈ വ്യക്തികളുമായി സർവകലാശാലയ്ക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല എന്നാണ് അൽഫലാഖ് സർവകലാശാല അധികൃതർ പറയുന്നത്. യൂണിവേഴ്സിറ്റിയുടെ പ്രശസ്തി അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാനപരമായ റിപ്പോർട്ടുകളും ഇപ്പോൾ പരക്കുന്നുവെന്ന് വൈസ് ചാൻസലർ പറയുന്നു. തിങ്കളാഴ്ച വൈകിട്ട് മെട്രോ സ്റ്റേഷൻ സമീപം മന്ദഗതിയിൽ ഓടിയിരുന്ന ഹുണ്ടായ i20 കാർ പൊട്ടിത്തെറിച്ച 13 പേരാണ് മരിച്ചത്. DNA പരിശോധനയിലൂടെ ഡോക്ടർ ഉമർ മുഹമ്മദ് വാഹനത്തിന്റെ ഡ്രൈവർ എന്ന് തിരിച്ചറിഞ്ഞു. ഉമറിന്റെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച DNA സാമ്പിളുകൾ ഉമറിന്റെ DNA സാമ്പിളുകളുമായി ഒത്തുനോക്കിയാണ് ഫോറൻസിക് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മറ്റ് 3 ഡോക്ടർമാരായ ഡോക്ടർ മുസമ്മിൽ, ഷക്കീൽ, ഡോക്ടർ ആദിൽ റാത്തർ, ഡോക്ടർ ഷഹീദ് സയ്യദ് എന്നിവർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഡോക്ടർ ഷഹീദ് സയ്യദിനെ സംബന്ധിച്ച നിരവധി വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യൂണിവേഴ്സിറ്റി പരിസരത്തുള്ള നിരവധി സ്ഥലങ്ങളിൽ ചെറു സ്ഫോടനങ്ങൾ നടത്തി പരീക്ഷണം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ മറ്റൊരു കണ്ടെത്തൽ.
ഡിസംബർ അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റിയ ദിവസമാണ്. ദേശീയ തലസ്ഥാനമായ മേഖലയിൽ അതേ ദിവസം നിരവധി സ്ഫോടക പരമ്പരകൾ നടത്താൻ ഇവർ പദ്ധതി ഇട്ടത്. ഡൽഹിയിലുടനീളം വൻ സ്ഫോടനങ്ങൾ നടത്താൻ 4 ഡോക്ടർമാർ ചേർന്ന 30 ലക്ഷം രൂപയുടെ ഫണ്ട് സ്വരൂപിച്ചു എന്ന് NIA കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ തുക മുഴുവൻ ഡോക്ടർ ഉമറിന് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കൈമാറി. ഗുരുഗ്രാം, നൂക്ക്, സമീപ പട്ടണങ്ങൾ എന്നിവിടങ്ങളിലെ മാർക്കറ്റുകളിൽ നിന്ന് ഏകദേശം 26 ക്വിന്റൽ NPK വളം അവർ വാങ്ങി. അതിനവർ ഏകദേശം 3 ലക്ഷം രൂപ ചിലവഴിച്ചു. ഇമപർവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ വളം. സ്ഫോടക ഗൂഢാലോചനയുടെ ഭാഗമായി ഇതൊക്കെ വിലയിരുത്തപ്പെടുന്നു. വൈറ്റ് കോളർ ടെററിസത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളാണ് ഇപ്പോൾ രാജ്യം തിരയുന്നതിൽ. അതിലപ്പുറം രാജ്യം നടക്കുന്ന നിരവധി സ്ഫോടനങ്ങൾ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വൈറ്റ് കോളർ ടെററിസത്തിനുള്ള ആസൂത്രണം നടന്നു. ടെററിസത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ഇർഫാൻ അഹമ്മദ് അടക്കമുള്ളവരെ ഇപ്പോൾ NIA കസ്റ്റഡിയിലെടുത്ത് ശക്തമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മറുവശത്ത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ പൂർണ്ണമായി തുടച്ചു നീക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശപഥം ചെയ്തിരിക്കുന്നു. ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ഒരു ഭീകരാക്രമണം എന്ന് കേന്ദ്രം ഉറപ്പിച്ചു പറഞ്ഞു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാരെ കണ്ടെത്തി അവർ അർഹിക്കുന്ന ശിക്ഷ നൽകും. ഇതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വലിയ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഭീകരർ പരാജയപ്പെട്ടു. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ 13 ജീവനുകൾ നമുക്ക് നഷ്ടമായി. എന്നാൽ അതിനേക്കാളൊക്കെ ഭയാനകമായ ഭീകരാക്രമണങ്ങൾക്കാണ് ഇവർ പദ്ധതിയിട്ടത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് രാജ്യത്തെ തന്നെ തകർക്കാൻ, ഇന്ത്യയെ തന്നെ തകർക്കാനുള്ള വലിയ പദ്ധതികൾ ഈ ഭീകരർ ഒരു സർവകലാശാലയിലെ 70 ഏക്കറിൽ 13-ാം നമ്പർ മുറിയിലിരുന്ന ഇവർ ആലോചിച്ചു കൂട്ടി പദ്ധതികൾ ഒരുക്കി എന്ന് പറയുമ്പോൾ, അത് അന്വേഷണ ഏജൻസികൾ കൃത്യമായി ടാർഗറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. പക്ഷെ എങ്കിൽ പോലും രാജ്യം ജാഗ്രതയിലാണ്. ജനുവരി 26-ന് ഇനി അധിക ദിവസമില്ല. ഒരുപക്ഷെ ബാബർ മസ്ജിദ് തകർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അയോധ്യ ക്ഷേത്രം പോലും തകർക്കാൻ ഒരുപക്ഷെ മുതിരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിലുള്ള വലിയ ഇന്ത്യ തന്നെ തകർക്കുന്ന തരത്തിലുള്ള സ്ഫോടനങ്ങൾ പരമ്പരകൾക്കാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ NIA അടക്കം അന്വേഷിച്ചു തുടങ്ങിയ അതിർത്തിയിലൊക്കെ ശക്തമായ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനാണ് ജെയ്ഷെ മുഹമ്മദ്, പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദും അതിൻ്റെ തലവൻ മസൂദ് അസറുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള വിവരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ വ്യോമസേന മേധാവി പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇനി ഭൂപടത്തിൽ ഉണ്ടാകില്ല. അത് യാഥാർത്ഥ്യമാകാൻ ഇനി ദിവസങ്ങൾ മാത്രം മതി.